മുഅല്ലിമീങ്ങളോട് ചോദിച്ചു നോക്കൂ, 7ാമത്തെ വയസ്സ് മുതൽക്ക് തന്നെ മക്കൾക്ക് ദീനീ ചിട്ടയിൽ വളർത്തിക്കൊണ്ടുവരണം. 7ാമത്തെ വയസ്സിൽ തന്നെ നിസ്കരിപ്പിക്കണം, 7ാമത്തെ വയസ്സിൽ തന്നെ പല്ല് തേപ്പിക്കണം, 7ാമത്തെ വയസ്സിൽ തന്നെ കുട്ടികളെ ദീനീ ചിട്ടയിൽ വളർത്തണം. എന്തിനാണിത്? കുട്ടിക്കാലം മുതലേ ദീനിന്റെ ചിട്ടയിൽ വളരാനാണ്, ആ എക്സ്പീരിയൻസ് കിട്ടാനാണ്. അതുകൊണ്ട് കുട്ടിക്കാലമല്ലേ എന്ന് പറഞ്ഞിട്ട്, ഒരുപക്ഷെ പ്രായപൂർത്തിയൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതാ ചെറിയതായ കുട്ടിക്കാലത്ത് കുട്ടികൾ ആൺകുട്ടികളെ കൂടെ ബോയ്സ് ഫ്രണ്ട് ഗേൾസ് ഫ്രണ്ട് എന്ന് പറഞ്ഞേച്ചാൽ അതിങ്ങനെ വളർന്ന് വളർന്ന് പിന്നെ നമുക്ക് പിരിക്കാൻ കഴിയൂല. അടക്കയാകുമ്പോൾ മടിയിൽ വെക്കാം, കവുങ്ങായാൽ മടിയിൽ വെക്കാൻ കഴിയൂല. അതുകൊണ്ട് രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കുന്നവരാകണം. ഇനിയിപ്പൊ ഞാനിത് പ്രസംഗിച്ചതുകൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും സ്കൂളിലെ കലോത്സവത്തിൽ എന്റെ പേരെടുത്തോ, അല്ലെങ്കിൽ അതാ എന്റെ പ്രസംഗത്തിന്റെ ഭാഗം മുറിച്ചോ, ആരെങ്കിലും എന്നെ കളിയാക്കുന്നവരുണ്ടെങ്കിൽ ആ കളിയാക്കുന്നതിന് പണ്ഡിതന്മാർക്ക് ഒരു ലജ്ജയോ കളിയാക്കുന്നതിനൊരു വിലയോ ദീനിന്റെ ആലിമീങ്ങൾക്കില്ല കേട്ടോ. മരിക്കുന്നത് വരെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് തുറന്ന് പറയും, ഈ സമുദായത്തെ ശരിയായ വഴിയിൽ നടത്തും. അത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമാണ്. അത് പിടിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് യുക്തിവാദിയോ നിരീശ്വരവാദിയോ മതവിരോധിയോ ആയി അവരാശയം ഇവിടെ വളർത്താൻ അവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പണ്ഡിതന്മാർക്ക് അവരുടെ മതത്തിന്റെ നിയമം പറയാനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. മുസ്ലിം ഉമ്മത്തിന് വരുന്ന ദോഷം അതാ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട്. അത് പണത്തിന് വേണ്ടിയല്ല. അല്ലാഹുവാണ് അവരുടെ ജീവിതം കൊണ്ടുപോകുന്നവൻ, അല്ലാഹുവാണ് അവർക്ക് ഇസ്സത്ത് കൊടുക്കുന്നവൻ, അല്ലാഹുവാണ് അവരെ നോക്കുന്നവൻ. ആ ഒരൊറച്ച വിശ്വാസത്തിലാണ് പണ്ഡിതന്മാരുടെ കർത്തവ്യം അവർ നിർവഹിക്കുന്നത്. അതുകൊണ്ട് ആരും തന്നെ പണ്ഡിതന്മാരെ മതം പറയുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്നൊരു യുക്തിവാദിക്കും തോന്നണ്ട, ഒരു നിരീശ്വരവാദിക്കും തോന്നണ്ട. പത്ര റിപ്പോർട്ടിൽ വന്ന എന്താണ്? പെൺകുട്ടി റൂമിൽ ഒരാൺകുട്ടി. സുബ്ഹാനല്ലാഹ്, പോലീസുകാരെ വിളിക്കുകയാണ് പെൺകുട്ടി. പത്ര റിപ്പോർട്ടായി. പോലീസുകാരെ വിളിക്കുകയാണ്. ബാപ്പ വന്ന് ബുദ്ധിമുട്ടിക്കുന്നത്, ആ പ്രശ്നം. ബാപ്പ വന്ന് ബുദ്ധിമുട്ടിക്കുന്നത് പോലീസുകാരെ വിളിക്കുകയാണ്. പോലീസുകാർ പറഞ്ഞു, മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യും, രണ്ടാൾ പഠിക്കൽ നിർത്തണ്ട, പഠിച്ചോളി, പഠിപ്പ് കഴിഞ്ഞിട്ട് വേണേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ. അതൊന്നും പറ്റൂല. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ പത്രത്തിൽ ഇന്നലെ പത്രത്തിൽ വന്നാണ്. ഞാനിത് പറയാൻ കാരണം, ഇങ്ങനെ നമ്മുടെ സ്വന്തം മക്കളെ നമ്മൾ കഠിനാധ്വാനം ചെയ്ത് പോറ്റിയിട്ട് നമ്മളെ പൈസയും വാങ്ങി പഠിച്ചിട്ട് അവസാനം പിന്നെ നമ്മക്കില്ല, ബാപ്പാക്കെതിരെ കേസ്, ഉമ്മാക്കെതിരെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര വീടുകളിൽ, എത്ര നാടുകളിൽ ഇതെന്തൊരു ആകൃതമാനാണ്. ഒരു നന്ദിയില്ല, ബാപ്പാനോടില്ല, ആരോടുമില്ല, അല്ലേ? അങ്ങനെയായി പോകാതെ നമ്മുടെ മക്കളെ ഏത് റിപ്പോർട്ട് കണ്ടാലും അവിടെ നമുക്ക് പാഠം പഠിക്കാൻ വേണം. നമ്മൾ ചിന്തിക്കണം, എനിക്കിത് ബാധിക്കുവോ, എന്റെ മക്കൾക്ക് വരുവോ, ആലോചിച്ചിട്ട് പ്രവർത്തിക്കണം.